അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഷവർമ്മക്കൊക്കെ മുറിച്ചിരുന്ന ബാക്കി എല്ല് ഇറച്ചിയോട് കൂടിയിട്ടുള്ള എല്ല് അത് കറി വെക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് അത് തിന്നാനിത്. എല്ലിൻ്റെ പറ്റി പിടിച്ച ഇറച്ചിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാ ഇറച്ചി കഴിക്കണതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും. കറി വെച്ചാൽ നല്ല രസമാണ് കഴിക്കാൻ. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ സവോള, തക്കാളി, മല്ലിയില, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് സാധാരണ രീതിയിൽ തന്നെ. പിന്നെ അതിൽ കുരുമുളക്, നല്ല ജീരകവും പട്ടയും കറാമ്പും ചേർത്തും മാത്രം. ഇതിൽ പൊടിക്കാനുള്ളത് കുരുമുളക്, നല്ല ജീരകം, പട്ട, കറാമ്പ്, ഏലക്കായ്, വേലീഫ് എല്ലാം ഉണ്ട്. ഏലക്കായൊക്കെ ഉണ്ട്. പൊടിച്ചെടുത്തിട്ടുണ്ട്. കരുവേപ്പിലായിട്ട് പൊടിച്ചെടുത്തെടുക്കുക. പിന്നെ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തട്ടാം. ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് വെച്ച് കുക്കർ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയിൽ കൂടെ ഇത്തിരി ഉപ്പിട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് മൂടി വെച്ചാൽ അത് നന്നായി സോഫ്റ്റായി വരട്ടെ. ഉള്ളി നന്നായി സോഫ്റ്റായി വന്ന ശേഷം നമുക്ക് ബാക്കി ചേർക്കാം. അരപ്പ് കൊട്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരട്ടെ. ആയി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ഇടാം. പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ പട്ടയും കറാമ്പും കുരുമുളകും നല്ല ജീരകം പൊടിച്ചില്ലേ അതോടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഗരം മസാല, ജീരകവും നല്ല ജീരകം പൊടിച്ചത് അതിടാം. അതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സ്മെല്ല് വന്നാൽ കരിയാണ്ടിരിക്കാൻ നമ്മൾ തക്കാളി ഇടും. ഇത് ഒന്ന് സ്മെല്ല് വരട്ടെ. നല്ല മൊരിഞ്ഞ മണം വരുമ്പോൾ നമുക്ക് ഇതൊക്കെ തക്കാളിയും മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ഈ പൊടികൾ കരിയാണ്ട് ശരിക്കും നന്നായി വേവുകയും ചെയ്യും. ഒന്ന് വഴറ്റി സെറ്റാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് അത് ഇറച്ചി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം. ഇതിൽ മുളക് പൊടി ഉണ്ടെന്നില്ല. മുളക് പൊടി എന്താണ് ഈ കറിയിൽ വേണ്ടത്. ഇതിൽ കുരുമുളകും പച്ചമുളകൊക്കെ ചേരുന്നതുകൊണ്ട് നല്ല എരിവുണ്ട്. വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് 2-3 വിസിൽ, അത് എല്ലൊക്കെ വേവണമല്ലോ നന്നായിട്ട്. അപ്പോൾ 2-3 വിസിൽ വന്നോട്ടെ. കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിൽ ലേശം വെളിച്ചെണ്ണ തൂവിയിട്ട് ഇത്തിരി മല്ലിയിലയും വിതറിയിട്ട് അടച്ചു വെക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.